സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മേ, നീ തന്ന സ്ഥലമാണെങ്കിൽ നീ ഇതിലെന്തെങ്കിലും പ്രവർത്തിക്കണം. നീ ഞങ്ങൾക്ക് അതിന് യോജിച്ച ഒരു 18 മീറ്റർ വീതിയെങ്കിലും ഞങ്ങൾക്കതിന് കിട്ടണം. നീ പ്രവർത്തിച്ച് നീ തന്ന സ്ഥലമാണെങ്കിൽ നീ തന്നെ ഇതിൽ പ്രവർത്തിക്കണം. ഒരു സർവൈവർ വന്ന് അളന്നു പോയ സ്ഥലം നമുക്കൊരിക്കലും രണ്ടാമത് അളന്ന് ആരും തരികയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ ചെന്നു, ഭർത്താവ് ചെന്ന് വീതിയുടെ കാര്യം ചോദിച്ചു. അവർ പറഞ്ഞു, സ്ഥലം തരാൻ ഉദ്ദേശിച്ചവർ പറഞ്ഞു, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ അഡ്വാൻസ് തന്നതും ടോക്കൺ തന്ന പൈസയും ഞങ്ങൾ തിരിച്ചു തരാം. അല്ലാതെ ഇത് വഴിക്ക് സ്ഥലം വിട്ടിട്ടുണ്ട്, അവർക്ക് പ്ലോട്ടാക്കി കൊടുക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് മാത്രം വീതി കിട്ടിയാൽ പോരാ, ബാക്കി കൊടുക്കുന്നവർക്കും വീതി കിട്ടണം. അപ്പോൾ അവർ പെട്ടെന്ന് എന്താണെന്നറിയത്തില്ല, സർവൈവറെ വിളിച്ചു. സർവൈവർ പറഞ്ഞു, ഞാൻ വരാം. രണ്ടാമത് വന്നു, സ്ഥലം അളന്നു. 18 മീറ്റർ വീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം അളന്ന് കിട്ടി വീണ്ടും രണ്ടാമത്. പിന്നെ ഞങ്ങൾ ആ സ്ഥലത്തിന് രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ആ സ്ഥലത്തിൽ കിണർ കുത്താനായി ചെന്നു. 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. സ്ഥാനം നോക്കിയപ്പം 2 സ്ഥലത്ത് മാത്രമേ വെള്ളം കാണുന്നുള്ളൂ. വെള്ളം കാണുകയെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഏകദേശം വരും, വീടിൻ്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് അവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ. രണ്ടാമത് കണ്ട സ്ഥലം ഒരു സൈഡിലായിട്ടാണ് വരുന്നതെങ്കിലും അവിടെ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥാനം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുമായിരിക്കും. ഒറ്റപ്പാറയാണ്, അത് കാരണം വെള്ളം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 260 അടിയെങ്കിലും താഴ്ത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം കാണാൻ പറ്റുള്ളൂ. 350 അടി എങ്കിലും താഴ്ത്തിയാൽ മാത്രമേ വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളാകെ വിഷമത്തിലായി. ഞാൻ സ്ഥലം ഇതിന് വന്നതിന് മുമ്പ്, സ്ഥാനം നോക്കാൻ വരുന്നതിന് മുമ്പ് പോയി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഇനി എന്ത് ചെയ്യും? 10 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ, അതിൽ പിന്നെ വേറെ എവിടെയും സ്ഥാനം ഇല്ല. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഭർത്താവ് പറഞ്ഞു, ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇടാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ പേരിൽ ഇടണോ? ഞാൻ കാരണം പ്രാർത്ഥനകളൊക്കെ ചെല്ലണം ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ബുധനാഴ്ച ഉപവാസം, ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കണം, പറ്റുമോ? അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. കിണർ കുത്താൻ വന്നപ്പോൾ അവർ അവിടെയും തടസ്സങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നെങ്കിലും കിണർ കുത്താൻ വന്നു. ഞാൻ പോയില്ലായിരുന്നു. ഉപ്പ് കൊടുത്തു വിട്ടു. വിശ്വാസപ്രമാണം ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിന് ചുറ്റും ഇടാൻ പറഞ്ഞു. അതിന് ചുറ്റും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടു. അതിനുശേഷം ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ദിവസം ഒന്നും ആയില്ല. 130 അടി